ഹായ് എല്ലാവർക്കും ബ്രോട്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈം കളയാതെ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണെന്ത്? ധാരാതലീയ ഭൂപടങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണെന്ത്? ധാരാതലീയ ഭൂപടങ്ങൾ. ടോപ്പോഗ്രാഫിക് മാപ്പ് അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ്? അത് ടോപ്പോ അല്ലെങ്കിൽ സ്ഥലം, ഗ്രാഫെ അല്ലെങ്കിൽ വിവരിക്കുക അല്ലെങ്കിൽ വരയ്ക്കുക. അപ്പോൾ ടോപ്പോ, ഗ്രാഫെ എന്നീ നമ്മുടെ ഏത് പദമാണ്? ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ ടോപ്പോഗ്രാഫിക് എന്ന് പറയുന്ന പദം ഉണ്ടായത്. അപ്പോൾ ധാരാതലീയ ഭൂപടത്തിൻ്റെ വേറൊരു പേരാണെന്ത്? ഇംഗ്ലീഷ് പേരാണെന്ത്? ടോപ്പോഗ്രാഫിക് മാപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ധാരാതലീയ ഭൂപടങ്ങളുടെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസി ഏതാണ്? അത് സർവേ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ധാരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്? കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കും, ഫോം ലൈൻ ഉപയോഗിക്കും, സ്പോട്ട് ഹൈറ്റ് ഉപയോഗിക്കും, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ഉപയോഗിക്കും, ബെഞ്ച് മാർക്ക് ഉപയോഗിക്കും. അപ്പോൾ ധാരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതെല്ലാമാണ്? കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കും, ഫോം ലൈൻ ഉപയോഗിക്കും, സ്പോട്ട് ഹൈറ്റ് ഉപയോഗിക്കും, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ഉപയോഗിക്കും, ബെഞ്ച് മാർക്ക് ഉപയോഗിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ, അതാണ് കോണ്ടൂർ രേഖകൾ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണെന്ത്? കോണ്ടൂർ രേഖകളെന്ന് പറയുന്നത്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്ന മാർഗ്ഗമാണെന്ത്? അതാണ് ഫോം ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേ വഴി കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്ന മാർഗ്ഗമാണെന്ത്? ഫോം ലൈൻ എന്ന് പറയുന്നത്. ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടെ ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന മാർഗ്ഗം, അതാണ് ട്രയാങ്കുലേറ്റഡ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മാപ്പിൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ചിഹ്നം കാണിച്ചാൽ എന്താണ്? അത് ട്രയാങ്കുലേറ്റഡ് ഹെഡായിട്ട് നമ്മൾ കണക്കാക്കണം. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന മാർഗ്ഗം എന്താണ്? അത് ബെഞ്ച് മാർക്കാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ ഉയരം BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന മാർഗ്ഗമാണെന്ത്? ബെഞ്ച് മാർക്ക് എന്ന് അറിയപ്പെടുന്നത്. ധാരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖകൾ, അതാണെന്ത്? ഈസ്റ്റിങ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ധാരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖകളാണെന്ത്? ഈസ്റ്റിങ്സ് എന്ന് അറിയപ്പെടുന്നത്. ഈസ്റ്റിങ്സിൻ്റെ മൂല്യം കിഴക്കേ ദിശയിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. അപ്പോൾ ഈസ്റ്റിങ്സിൻ്റെ മൂല്യം എങ്ങോട്ട് പോകുമ്പോഴാണ് കൂടി വരുന്നത്? ഈസ്റ്റിങ്സിൻ്റെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഈസ്റ്റിങ്സ് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് എന്താണ്? ഈസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈസ്റ്റിങ്സ് കിഴക്ക് ദിശയിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അത് കൂടി വരുന്നു. ധാരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖ എന്താണത്? നോർത്തിങ്സ് ആണ്. അപ്പോൾ ധാരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖകൾ അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് നോർത്തിങ്സ് എന്ന് പറയുന്നത്. നോർത്തിങ്സിൻ്റെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. അപ്പോൾ നോർത്തിങ്സിൻ്റെ മൂല്യം എന്ത് ചെയ്യുന്നു? വടക്ക് ദിശയിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഈസ്റ്റിങ്സ്, നോർത്തിങ്സ് രേഖകൾ ചേർത്തുണ്ടാക്കുന്ന ജാലികകൾ അറിയപ്പെടുന്ന പേര്, അതാണ് റഫറൻസ് ഗ്രിഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈസ്റ്റിങ്സ്, നോർത്തിങ്സ് രേഖകൾ ചേർത്തുണ്ടാകുന്ന ജാലികകൾ അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് റഫറൻസ് ഗ്രിഡ് എന്ന് അറിയപ്പെടുന്നത്. ഭൂസവിശേഷതകൾ വ്യത്യസ്ത വലുപ്പത്തിനായതിനാൽ ഗ്രിഡുകളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനനിർണ്ണയം 2 വ്യത്യസ്ത രീതികളിൽ നടത്താവുന്നതാണ്. അവ ഏതെല്ലാമൊക്കെയാണ്? 4 ഗ്രിഡ് റഫറൻസ്, 6 ഗ്രിഡ് റഫറൻസ്. അപ്പോൾ ഭൂസവിശേഷതകൾ വ്യത്യസ്ത വലിപ്പത്തിനായതിനാൽ ഗ്രിഡുകളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനനിർണ്ണയം 2 വ്യത്യസ്ത രീതികളിൽ നടത്താവുന്നതാണ്. ഏതൊക്കെയാണവ? 4 ഗ്രിഡ് റഫറൻസും 6 ഗ്രിഡ് റഫറൻസും. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ഡെറാഡൂണിലാണ്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ ചോദ്യങ്ങൾ ഒന്നുകൂടി പറയാം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധാരാതലീയ ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് മാപ്പ്. ടോപ്പോഗ്രാഫിക് എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ള ഇതിൽ നിന്നാണ്? ഗ്രീക്ക് പദത്തിൽ നിന്നാണ്.
ടോപ്പോഗ്രാഫെ എന്ന് പറയുന്ന ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഇത് ടോപ്പോഗ്രാഫിക് എന്ന് പറയുന്ന പദം രൂപപ്പെട്ടത്. ഇന്ത്യയിൽ ധാരാതലീയ ഭൂപട നിർമ്മാണ ചുമതല വഹിക്കുന്ന കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂണിലാണ്. ധാരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? കോണ്ടൂർ രേഖകൾ, ഫോം ലൈൻ, സ്പോട്ട് ഹൈറ്റ്, ട്രയാങ്കുലേറ്റഡ് ഹെഡ്, ബെഞ്ച് മാർക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖകൾ. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂസർവേയിലൂടെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിക്കുന്ന മാർഗ്ഗമാണ് ഫോം ലൈൻ എന്ന് പറയുന്നത്. ട്രിഗണോമെട്രിക്കൽ സർവേയിലൂടെ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ ഉയരം ട്രയാങ്കിൾ ചിഹ്നത്തോടൊപ്പം ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്ന മാർഗ്ഗമാണെന്ത്? അതാണ് ട്രയാങ്കുലേറ്റഡ് ഹെഡ് എന്നറിയപ്പെടുന്നത്. ജലസംഭരണികൾ, പ്രധാന കെട്ടിടങ്ങൾ മുതലായവയുടെ BM എന്ന അക്ഷരത്തോടൊപ്പം രേഖപ്പെടുത്തുന്ന മാർഗ്ഗം ഏതാണ്? അതാണ് ബെഞ്ച് മാർക്ക് എന്ന് അറിയപ്പെടുന്നത്. ധാരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖ അതാണ് ഈസ്റ്റിങ്സ്. ഈസ്റ്റിങ്സ് എന്ത് ചെയ്യുന്നു? കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും ഈസ്റ്റിങ്സിൻ്റെ മൂല്യം എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ധാരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന രേഖയാണ് നോർത്തിങ്സ് എന്ന് പറയുന്നത്. നോർത്തിങ്സിൻ്റെ മൂല്യം വടക്കു ദിശയിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ഈസ്റ്റിങ്സ്, നോർത്തിങ്സ് രേഖകൾ ചേർത്തുണ്ടാകുന്ന ജാലികകൾ അറിയപ്പെടുന്ന പേരെന്താണ്? അതാണ് റഫറൻസ് ഗ്രിഡ് എന്ന് അറിയപ്പെടുന്നത്. ഭൂസവിശേഷതകൾ വ്യത്യസ്ത വലുപ്പത്തിനായതിനാൽ ഗ്രിഡുകളെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനനിർണ്ണയം 2 വ്യത്യസ്ത രീതിയിൽ നടത്താവുന്നതാണ്. അവ ഏതൊക്കെയാണ്? 4 അക്ക ഗ്രിഡ് റഫറൻസും 6 അക്ക ഗ്രിഡ് റഫറൻസും. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞു. എവിടെയാണ്? ഡെറാഡൂണിലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് പറയുന്നത്.